എങ്ങനെയുണ്ടടി? അവള് പിന്നെ ഞാൻ എന്നാ ഉണ്ടാക്കി കൊടുത്താലും നല്ലതെന്ന് പറഞ്ഞോളൂ. ഫ്ലോപ്പ് ആയാലും മൊത്തം കിച്ചാമണി തിന്നുന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം കിച്ചാമണിയാണ് എനിക്ക്. പാഷൻ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാലില്ല, അപ്പോൾ പാല് മേടിക്കാൻ പോയതാണ്. നമ്മളിന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറേ നാൾ മുന്നേ ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, അതെല്ലാം നല്ലതായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് നാൾ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഒരു കേക്കൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും സക്സസ് ആവും, അങ്ങനെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. സക്സസ് ആവും എന്ന് വിചാരിക്കാം. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ പൾപ്പ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാം. 1/2 കപ്പ് ജ്യൂസാണ് വേണ്ടത് കേട്ടോ, ജ്യൂസ് പ്ലസ് അതിൻ്റെ കുരുവാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. അത് എളുപ്പം അങ്ങ് കിട്ടത്തില്ല. കുറേ നേരം മിക്സ് ചെയ്താണ് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല പണിയാണ്. എന്തായാലും നമുക്ക് പാലില്ല കേക്ക് ഉണ്ടാക്കാനുള്ള. അപ്പോൾ അത് വാങ്ങാൻ പോവാണ്. പതിവില്ലാതെ അതേ പറമ്പിലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്നാണോ ഉദ്ദേശം? ഓയ് എന്നാ പരിപാടി? ഈ പൊളി മഴയാണ് കേട്ടോ പെയ്തോണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയതാണ്. പാഷൻ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാലില്ല, അപ്പോൾ പാല് മേടിക്കാൻ പോയതാണ്. പാല് മേടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോഴും ആശാൻ അവിടെ പറമ്പിൽ തന്നെ നിന്ന് എന്തോ കാര്യമായിട്ട് പണിയാട്ടെ. എന്നെ പറ്റിയെന്ന് എനിക്കൊരു പിടിയില്ല. എൻ്റെ കെട്ടിൽ തന്നെ ആണോ അത്? ഭയങ്കര പണിയാ കേട്ടോ ചാമണി. ഇതെന്നാടി സ്പെഷ്യലായിട്ട് കഴിച്ചേ? ഉപ്പുമാവും ചെറുപയറും തന്നെയല്ലേ കഴിച്ചത്? നമ്മളും അതൊക്കെയാണല്ലോ നിന്ന്. എന്താണോ എന്നാലും പാല് മേടിക്കാൻ ആശാൻ പോയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോഴും ഭയങ്കര കാര്യമായിട്ട് പണിയാ. എന്താണോ പറ്റിയത്? എൻ്റെ ഇടയ്ക്കോടെ നോക്കി കാണാവോന്നറിയില്ല. ഭയങ്കര പണിയാട്ടോ അവിടെ. വണ്ടിയിൽ ഇറങ്ങി ഓടിയാലോ? മഴ നനയോ? എന്നാ നീ വണ്ടിക്കകത്തിരുന്നു, ഞാൻ പൊക്കോളാം. ബൈ. എന്നാ പറ്റേ? ഇതെന്നെ കാണിക്കുന്നേ? ഓ, വെള്ളം തിരിച്ചു വിടുവാണോ? അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കേക്ക് ഇതേ പാതി വഴിയിൽ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്, പാലില്ലാത്തതുകൊണ്ട്. നമ്മളിതേ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാം കറക്റ്റ് അളവിലാണ് എടുക്കുന്നത്. 1/2 കപ്പ് ജ്യൂസാണ് ഇതിങ്ങനെ വേണ്ടത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുവാണ്. ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിത് തണുക്കാൻ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കുറേ പണിയുണ്ട് ചെയ്യാനായിട്ട്. ഇതും കൊണ്ടൊന്നും തീരുന്നില്ല, ഇത് തുടക്കം മാത്രമാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ നമുക്ക് വെള്ളയും ഉണ്ണിയെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കിച്ചാണിങ് വാ, നിൻ്റെ മേത്ത് പൊട്ടിക്കാം. വേണ്ട അവിടെ നിന്നോ, വന്നേക്ക് വന്നായിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് മുട്ടവെള്ളം സെപ്പറേറ്റ് ചെയ്യാം. 3 മുട്ടയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമുക്ക് മുട്ടവെള്ളം ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ മുട്ടയുടെ ഉണ്ണി കളയണ്ട, നമുക്ക് ആവശ്യം വരും കേട്ടോ. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകണം. ഈ കേക്ക് ഫ്ലോപ്പ് ആയാൽ ഞാൻ ഉത്തരവാദിയല്ല. ബാ, രണ്ടും കൽപ്പിച്ച. ഫ്ലോപ്പ് ആയാലും മൊത്തം കിച്ചാമണി തിന്നുന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം കിച്ചാമണിയാണ് എനിക്ക്. ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടല്ലേ, കണ്ടിട്ട് തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ എഗ് വൈറ്റ്. ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് റെസിപ്പി നോക്കി ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് 1 കപ്പ് ഷുഗർ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ 1/2 കപ്പാട്ടോ ചേർക്കുന്നുള്ളൂ. ഇച്ചിരി മധുരം കുറഞ്ഞാലും വേണ്ടില്ല, കൂടണ്ടെന്ന് ഓർത്തിട്ടാണ്. ഷുഗർ ഒരു പ്രശ്നമാണ് ശരിക്കും. പക്ഷേ ഈ കേക്കിന് ഇച്ചിരി ഷുഗർ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. വെജിറ്റബിൾ ഓയിൽ നമ്മളൊരു 1/2 കപ്പാണ് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല, വളരെ കുറച്ചാണ് ആഡ് ചെയ്ത്. മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്.
നമുക്ക് നല്ലോണം ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ലൈറ്റ് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫ്ലാഷ് ഇട്ടാണ് ഇനി ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് പാലാണ് കേട്ടോ. ത്രീ ടേബിൾ സ്പൂൺ പാഷൻ ഫ്രൂട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്നു, അത് ആറിയിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. അത് 1/2 കപ്പാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് എന്താകും എന്തോ. എനിക്ക് പറഞ്ഞാൽ ഈ കേക്ക് ഉണ്ടാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എഫേർട്ട് പാത്രം കഴുകലാണ്. ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകും വൃത്തിയാക്കൽ. അതുവഴിയെ കേക്ക് ഉണ്ടാക്കാൻ ഒരു പാടുമില്ല കേട്ടോ. ഇത് ഉണ്ടായി വരുമ്പോൾ അറിയാം ഫ്ലോപ്പ് ആവോ എന്താവോ എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹാൻഡ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായിട്ടൊരു സ്പാക്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റ് സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ലൈറ്റും പോയി, ഫ്ലാഷ് ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല, അതോടൊപ്പം കറണ്ടും പോയി, ഓവനകത്ത് ഇത് വെച്ചുണ്ടാക്കാനുള്ള ഓപ്ഷനില്ല. അപ്പം ഇനി ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ, ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കാവോ നോക്കാം, ശരിയാവോ എന്നറിയില്ല. അപ്പോൾ ഇത് നമ്മളത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്യുകയാണ്. അലുമിനിയം ഫോയിലൊക്കെ വെച്ച് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് ബാക്കി ഒരു 20 മിനിറ്റ് കൂടെ നമ്മളത് മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ശരിയായി വരാനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് ഓവർ മിക്സ് ആയിപ്പോയി കാണും, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഓവർ സോഫ്റ്റ് ആയിപ്പോയി കാണും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് വരാറുള്ളതാണ്. ഇത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എന്നാലും ഇറ്റ്സ് ഓക്കെ, ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം വന്നിരിക്കുന്നത്. ഞാനിത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. എനിവേ ഇതാണ് നമ്മുടെ റിസൾട്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് കിച്ചാവണിക്കൊന്ന് കൊടുത്തു നോക്കാം. അവൾ എന്നാ പറയുന്നതെന്ന് അറിയാം. എങ്ങനെയുണ്ടടി? നല്ല അവള് പിന്നെ ഞാൻ എന്നാ ഉണ്ടാക്കി കൊടുത്താലും നല്ലതെന്ന് പറഞ്ഞോളൂ. കൊള്ളാവോ? നല്ല പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ല. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, പല പ്രശ്നങ്ങളായിരുന്നു അല്ലേ. പാലില്ല, അപ്പം നമ്മൾ മിക്സ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം കൂടിപ്പോയി, കുറഞ്ഞു പോയി, അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ടൈം ഇതെല്ലാം പരിഹരിച്ച് ഒരു കേക്ക് കൂടെ ചെയ്യും ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റം ഒന്ന് മോഡിഫൈ ചെയ്യാൻ എന്താണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കുറച്ച് ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചെടി വാങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഉച്ച കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങാം, ഒരു ഔട്ടിങ് ആവും എന്നൊക്കെ വിചാരിച്ചു. എല്ലാ ദിവസവും തന്നെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണ ഇഷ്ടമാട്ടോ, ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് ശ്വാസമൊക്കെ ശ്വസിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം അങ്ങനെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വേർത്തായിട്ടൊരു കാര്യം കൂടെ ചെയ്യാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പം ഇന്ന് ഗാർഡനിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. അപ്പം അതിന് ഭാഗമായിട്ട് കുറച്ച് ചെടി വാങ്ങാൻ ഇറങ്ങിയതാണ്. ഞാൻ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലുള്ള ഒരു നഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. കല്ലൻസ് കാവന എന്ന് പറഞ്ഞ് കാണാമോ? കല്ലൻസ് കാവന ബയോടെക് എന്ന് പറഞ്ഞ നഴ്സറിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്ന് എറണാകുളം പോകുമ്പോൾ ഈ ഒരു നഴ്സറി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കണം. എന്താണേലും നല്ലൊരു ഗാർഡനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്താ ഇവിടെ കയറി കിടപ്പുണ്ട്. ഇത് ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷേ അധികം പൂവില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ വേറെ 2 തൈ കൂടെ വാങ്ങി പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. നമ്മൾ വാങ്ങിയ തൈ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് പറ്റിയ ചെടി വല്ലതും ഉണ്ടോ എന്ന് ഇതിനകത്ത് കയറി നോക്കാം. കുറേ ചെടികളുണ്ട് കേട്ടോ, ഒത്തിരി ചെടികളുടെ കളക്ഷൻ ഉണ്ട്. അത് മതി ചേച്ചി. മണി പ്ലാന്റ് അല്ലേ ഇത്? ഇതെല്ലാം മണി പ്ലാന്റ് ആണല്ലേ? അതെ, 3-4 ചെടി വാങ്ങി. അപ്പോൾ രാവിലെ തൊട്ട് കേക്കിൻ്റെ പുറകെ നമുക്ക് ബോറടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടി വാങ്ങാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിവേ ഇപ്പം നല്ല ഹാപ്പിയായി, കുറേ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.